ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീട് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. വീട് ആരുടെ വീടാ? നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്യുന്ന നമ്മുടെ എൻജിനീയർ ലാബിറ്റോ അക്ബർഖാൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അലമോളെ അക്ബർഖാൻ്റെ വൈഫ് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീട് ജസ്റ്റ് ഞാനൊരു ഹോം ടൂറാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളും പാടെ നമ്മുടെ പെരയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്ന സാധനങ്ങളുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ ഈ വീട്ടിലോട്ട് വന്നത്. വീട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ചെയ്യണ വീടാണ്, ഒരു കണ്ടംപററി ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയൊരു സിനിമ വീട് നല്ല ഷോ ഉണ്ട് കാണാൻ. നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ അക്ബർഖാൻ്റെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് റൂട്ടിൽ നിന്ന് നേരെ വണ്ടി ഇറക്കി ഇതൊക്കെ ഇപ്പോൾ ചെയ്ത വർക്കുകളോ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്താ ഫ്ലവറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനാണ്. സ്റ്റോണും കാര്യങ്ങളും ഇതൊക്കെ പിടിച്ചാൽ അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോണും കാര്യങ്ങളും കാർ പോർച്ചും അതിനെ ഹൈലൈറ്റ് ചെയ്യണ എന്താണ് നമ്മുടെ ടൈലും കാര്യങ്ങളും. അത് ആ ഗ്രാസിൻ്റെ ബാക്കി വെറുതെ കൊടുത്തിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിൽ കുറച്ച് പണികൾ ചെയ്തത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് നോക്കിയാൽ ഇത് പഴയ വീടില്ലേ, അതിനെ റിന്യൂവൽ ചെയ്യില്ലേ, അതായത് പുതുക്കി പണി അയിമ കൂട്ടിയിട്ട് ചേർക്കുക. അതായത് ഇത് പഴയൊരു ഭാഗമാണ് തോന്നുന്നു, അപ്പോൾ അതിനെ കൂട്ടി ചെയ്തതാണ്. അപ്പോൾ കുറേ ആളുകളുടെ ഡൗട്ടാണ് നമ്മുടെ വീട്ടിൽ ഏത് തരം വിൻഡോ ആണ് വെക്കുന്നതെന്ന് ചോദിച്ചില്ലേ. നമ്മുടെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. UPVC, അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്, അതിൻ്റെ ഉള്ളിൽ കമ്പി, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ കിട്ടുന്നത് അല്ലേ. അതുമാത്രമല്ല ഇതാണ് പേൾ ഗ്രാസ്. ഓക്കെ, ഇത് ഒറിജിനൽ ഗ്രാസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് അതിലൊരു ചേമ്പൻ തൈ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത് അലറി ഒരുപാട് സംഭവങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെട്ടി കൊടുക്കുക, അത് മെയിൻ്റെനൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അത് ഒറിജിനലല്ല, ആർട്ടിഫിഷ്യലാണ്. നല്ല അടിപൊളി നല്ല വിശാലമായ ഒരു മുറ്റം, നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ലെപ്പോത്തറ ആയിട്ടുള്ള ടൈല്. ഇതാണ് ഈ സാധനം ഫോരടി അല്ലേ. നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ടിലും ഈ കണ്ടിട്ടുണ്ടാവും ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ഇത്ര പൊന്ത പോലെ ഉണ്ടാവും കേട്ടോ. അതിന് നല്ല നോക്കി നല്ല അടിപൊളി ഫ്ലവർ അല്ല പൂവ്. അതിൻ്റെ ബാക്കിൽ തന്നെ വേറെ 2 ടൈപ്പ്. അതായത് നമുക്ക് സിറ്റ് ഔട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. ആ ചെയർ നോക്കി നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന ചെയർ. ഓക്കെ, ഇവിടെ പിന്നെ അപ്പോക്സി ചെയ്തിട്ട് 4-2 ടൈലാണ് കേട്ടോ. പിന്നെ കൂടുതൽ പ്ലാന്റ്സ് ഒരു ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. അവിടെയൊക്കെ ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല, ഒക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പേൾ ഗ്രാസ് ഒക്കെ വെച്ച് നല്ല ഒരു കവറിങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മളെ വീടിൻ്റെ അതേമാതിരി തന്നെ എന്താണ് ഇതുപോലത്തെ ഇഷ്ടിക ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ വീടിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ പ്ലാന്റ്സ് പരമാവധി യൂസ് ചെയ്തിരിക്കണേ. ഓക്കെ, അത് ഈ പിന്നിലേക്കൊക്കെ നടക്കുന്നിടത്ത് ഓരോ കല്ലെടുത്ത് ഫുൾ പേൾ ഗ്രാസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ചെറിയൊരു നമുക്ക് മൈൻഡൊക്കെ ഫ്രീ ആവാതിരിക്കാനുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എന്നാൽ ഉള്ളിലോട്ട് പോവാ. അക്ബർക്കാരെ വിളിക്കി. അക്ബർക്ക ഇപ്പോൾ എൻജിനീയറിൻ്റെ മാതിരിയൊന്നുമല്ല, മറ്റേ എന്നൊന്നും കണ്ടിട്ടും അക്ബർക്ക ഇപ്പോൾ ഒരു എൻജിനീയറിൻ്റെ നമ്മളൊരു എൻജിനീയറിൻ്റെ മാതിരിയൊന്നും അല്ല അറിയാം. അക്ബർഖാനെ വിളിക്ക് വരെ കയറുന്നൊക്കെ പറയണേ, അങ്ങനെ ആയി അറിയണേ. മറ്റേ അടുക്കുമ്പോൾ മാങ്ങയുടെ രസം അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. ഓക്കെ, ഇന്ന് ഇതൊക്കെ ഇതാണ് കട്ടില. നമുക്ക് വരുന്ന സെയിം കട്ടിലാണ് അല്ലേ. ഇത് ഇരുമ്പിന്റെ അതേ കട്ടില നമ്മളും ചെയ്തിട്ടുള്ള മരത്തിന്റെ മാതിരി ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഒറിജിനൽ അല്ലേ. കണ്ടമാനം പ്ലാൻസ് ചെയ്തിരിക്കണല്ലേ. ആ സംഭവം ഈ പ്ലാൻസ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാട്ടോ പേരെ കയറുമ്പോൾ. ഇതേമാതിരിയൊക്കെ പ്ലാൻസ് വേണം. ഞാൻ അതിന് കായ് എത്ര ചിലവായാലും വേണ്ടില്ല, നേരത്തെ ചെടി വെക്കണം. ഇതിൽ നമുക്ക് മെയിൻ്റെനൻസ് ഉണ്ട് ഈ പേൾ ഗ്രാസിൽ. ഏറ്റവും ഒന്നുകൂടി ബെറ്റർ വരുന്ന ഇതാണല്ലേ, അത് ലൈഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഉള്ളിലോട്ടൊന്ന് കയറാം. ഈ സ്റ്റെയർ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് അത് ബാക്കി പറഞ്ഞല്ലോ. അങ്ങനെ ഉള്ളിലോട്ട് കയറി ഇതൊക്കെ ഈ വാതിലെന്താ പാട്? അല്ല, വാതിലിൻ്റെ ഡിസൈൻ എന്താ പാട്? രസല്ലേ?
ഓക്കെ ഓവർ വർക്ക് വേണ്ടല്ലോ, കൊത്തുപണി വേണ്ടല്ലോ. നമ്മളിത് തറവാട് പുതുക്കി പണിതല്ലേ, അങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു റൂം അല്ലേ സിനോ? ഇതാണ് കേട്ടോ ലിവിങ് വരുന്നത്. ഓക്കെ, ലിവിങ്. ഇത് ഈ ഒരു സാധനം വരുന്നുണ്ട് നമുക്കും. ഈ ഒരു ക്ലോത്ത് അല്ലേ തുടച്ചെടുക്കാൻ. അക്ബർക്കാ നിങ്ങളുടെ ഈ ഒരു ക്ലോത്ത് ഇങ്ങനത്തെ ഒരു ക്ലോത്തിൽ ചെയ്താൽ മതി എന്ന് പറയുന്നത്. കളറല്ല, ക്ലോത്ത്. അതായത് ഓക്കെ, ഇതൊരു ഗ്രേ ടൈപ്പ് അല്ലേ ടൈല് വരുന്നത്? 4-2 ഇല്ലേ? നമ്മളെവിടെയും ആ ഒരു മെത്തേഡിലുള്ള ഇതാ വരുന്നത് കേട്ടോ. ഡൈനിങ് ടേബിള് എല്ലാം ഉണ്ട്, ഒരു സൈഡ് ബെഞ്ചും പിന്നെ ചെയറും. ഓക്കെ, എൻ്റെ കുട്ടിയല്ലേ എനിക്ക് മറന്നിട്ട് ഞാൻ കുട്ടീൻ്റെ മാതിരിയുള്ള അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയും വെച്ചിട്ടുണ്ടല്ലോ ലാവിറ്റോ ഗിഫ്റ്റാ സൈൻ ചെയ്താണല്ലേ. ഓക്കെ, നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഡൈനിങ് ആണ് കേട്ടോ. പിന്നെ മൈൻഡൊക്കെ ഫ്രീ ആയിരിക്കും. ഒരു കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കോർട്ട്യാർഡാണ് അല്ലേ. നമുക്കിതിൽ ഗ്ലാസ് വെച്ചൂടെ? ഓക്കെ, അപ്പോൾ നല്ല രണ്ടാൾക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കാനും വെറുതെ പുറത്തുനിന്നൊരു കാറ്റൊക്കെ കൊള്ളാൻ. അതിന് നമ്മൾ UPVC വിൻഡോ ഇതാണ് സൈഡ്. നമ്മുടെ മുകളിലത്തെ ബെഡ്റൂമിന് അല്ലേ, അവിടെ നമ്മൾ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കണം. അതിന് ഇങ്ങനത്തെ ഒരു വിൻഡോസ്, അതിനും ഒരു കർട്ടനൊക്കെ വെച്ചിട്ട് സംഭവം ഇതൊരു രസമായിട്ടോ അല്ലേ. ശരിക്കും നമുക്ക് നടുവിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ കുട്ടികൾക്ക് പഠിക്കുക, മഴയത്തും മഴ കൊള്ളണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഓക്കെ, ഇനി നമ്മൾ കോടിയിലോട്ട് പോകുന്നു. കോണി കാണാം. വാഷ് ബേസ് നമ്മൾ അന്ന് പിന്നെ പെര ഇതില് പഴയതിന്ന് പുതുക്കി പണിതുകൊണ്ട് കുറെ ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ എന്നാലും അതൊന്നും ഇതിൽ അറിയുന്നില്ല അല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും നമുക്ക് നല്ല വിശാലമായിട്ട് കാണാൻ കഴിയുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത്? 1,800 അല്ലേ. പക്ഷെ പുറത്ത് നോക്കുമ്പോ വലിയ പെരയാണ്. അതെങ്ങനെ ഫീൽ ചെയ്യുന്നത്? ജാളി വർക്ക് ഭയങ്കര വീതി തോന്നുന്നുണ്ട്, ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് നോക്കുമ്പോൾ കഷ്ടി ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ മെയിൻ വരുന്നുണ്ട് അല്ലേ. എന്നാലും നമുക്ക് ഈ ഇതിൽ സ്റ്റെപ്പ് വരാൻ കാരണം എന്താ? നമുക്കും ഇതേ സാധനം തന്നെ റാഡനല്ലേ വരുന്നത്, യൂസ് ചെയ്യാൻ വരുന്നത്. ഇതിപ്പോ GI ചെയ്തല്ലേ, നമുക്ക് ഇത് മരത്തിൽ വന്നൂടെ? ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് ഈ സ്റ്റെപ്പിലൊന്ന് കയറാം. അതേ ഒരു സ്റ്റെപ്പാണ്. ഇത് 2 സൈഡാണ് അല്ലേ. ഇത് നമുക്ക് സെന്റർ ബേസിലാണ് വരുന്നത് കാല് അല്ലേ. ഇത് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സെന്റർ ബീം ആയിട്ടാണ് യൂസ് ചെയ്തത്. ഇത് രണ്ട് സൈഡിൽ 2 സൈഡ് ബീമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തായാലും കവറിങ് അവിടുത്തെ കൊടുത്ത അതേ സിസ്റ്റം തന്നെ ഇതിലും വരുന്നത്. പക്ഷെ അത് കവർ ചെയ്ത് വരുന്നാൽ ഈ ഒരു ഷെയ്ഡിലായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കയറി ജസ്റ്റ് ഞാൻ കയറുമ്പോൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ. കാരണം എങ്ങനെ കയറിയാലും ആ ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇങ്ങനെ പോകും, ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഞാൻ സ്റ്റെയർ ഇറങ്ങി. നമുക്ക് എത്ര മക്കളെ അക്ബർക്ക? ഒരാളവിടെ പോയി ഉറങ്ങാണല്ലേ. എന്താ പേര്? ഷെഹസാദ്. ഇങ്ങനെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താ തോന്നുന്നേ? കറക്റ്റ് സാധാ വീട്ടിലെ സ്റ്റെപ്പ് ഇറങ്ങുന്ന മാതിരിയല്ലേ തോന്നുന്നേ? എല്ലാരും വീട്ടില് ഹൈറ്റും കുറക്കാം. കാരണം നിങ്ങൾക്ക് ഒന്നും പാടെ ഒരു കംഫേർട്ട് ഇറങ്ങാനും കയറാനൊക്കെ കുത്തൊക്കെ കുറവുണ്ടോ? ഗ്യാപ്പ്. പക്ഷെ അത് ഇറങ്ങുമ്പോ ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, മൊത്തം എത്ര ബെഡ്റൂം നമുക്ക്? 1, 2 അടിയിൽ 2, മുകളിൽ 2. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശം നമ്മൾ വരുന്ന പെരേക്ക് വരുന്ന ഏകദേശം കാര്യം പറയാത്തോണ്ട് എന്താണ് ഇപ്പൊ ഒന്ന് സെറ്റ് ചെയ്യണല്ലേ. ഇനിയിപ്പോ കിച്ചണും റൂമും അല്ല ഒക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഓക്കെ. കാരണം നമ്മളെന്താ വെച്ചാൽ നമ്മുടെ വർക്ക് അല്ലേ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റ് സംബന്ധിച്ചിട്ട് ഈ വാം കളർ വരുമ്പോഴാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്.
ഹൈലൈറ്റ് ചെയ്യാല്ലേ. ഇതും ഏകദേശം ഒരു വൈറ്റ് തീം തന്നെ ആണ്. വൈറ്റ് ആൻഡ് വുഡ്. ഓഫ് വരുന്നുണ്ടോ ചെറുതായിട്ട്? ഓഫ് വൈറ്റ് തന്നെയാണ് വരുന്നത്. പക്ക വൈറ്റ് ഒക്കെ വരില്ല. ചെറിയ ചളിയൊക്കെ ആയാലും അത്ര കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ അക്ബർഖാന്റെ വീടൊക്കെ കണ്ട് മാഷാഅല്ലാഹ് എനിക്ക് നല്ല ഇഷ്ടമായ ഒരു വീടാണ്. നമ്മുടെ മനസ്സിനൊക്കെ ഇണങ്ങിയ നല്ല രസമുണ്ട് അല്ലേ? ഇത്ര കഴിവ് കയ്യിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? എല്ലാ കൂട്ടിയാടും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇപ്പോഴത്തെ ഒരു പഴയൊരു വീടിനെ പുതുക്കി പണിത് വേറെ രീതിക്ക് ആക്കി എടുത്തതാണ്. റിനോവേഷൻ വീടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും നാട്ടിലോട്ട് തിരിക്കുകയാണ്. ഓക്കെ, ബൈ.